ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ഫസ്റ്റ് ഡേ ആണ്. നമ്മളവിടെ എത്തിയത് ഏകദേശം ഒരു 10 മണിയായപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആ റൂം നോക്കാനാണ് പോയത്. നമ്മൾ ഓൾറെഡി ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഗാന്ധിനഗറിൽ ഒരു റൂം പിന്നീട് മറ്റേ റൂം ക്യാൻസൽ ചെയ്തിട്ട് വേറെ റൂം ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു മലയാളി ഹോട്ടലായിരുന്നു. ആ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ആപ്പിൾ സ്യൂട്ട്. അത് ഗാന്ധിനഗർ ആ ഒരു ഏരിയയിലായിരുന്നു ലൊക്കേറ്റ് ചെയ്തിരുന്നത്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ. രാവിലെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഫസ്റ്റ് നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകാമെന്നുള്ള ഒരു ഐഡിയ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ബ്രഞ്ച് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ കുറച്ച് ഒരു 2 മിനിറ്റ്സ് നടക്കുമ്പോൾ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളപ്പോൾ ഓർഡർ ചെയ്തത് റൊട്ടിയും പിന്നെ ചിക്കൻ 65 ആയിരുന്നു. പിന്നെ ബാഗിക്ക് മാത്രം ചിക്കൻ ബിരിയാണി. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഫുഡൊക്കെ അത്യാവശ്യം കഴിച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. നേരെ നമ്മൾ വിട്ടത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലായിരുന്നു. അവിടെ നിന്ന് ക്യാബ് വിളിച്ചിട്ടാണ് നമ്മൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. എവിടെ കയറണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തല്ല പിന്നെ നമ്മൾ എത്തുന്നത്. നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പോൾ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി എവിടെയാണ് നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് കിട്ടുന്നത് നോക്കി നമ്മൾ നടന്നു. ഇപ്പോൾ അങ്ങനെ നമുക്ക് ബാർഗെയിൻ ചെയ്തൊന്നും വാങ്ങാൻ പറ്റാത്തൊരു ഇതാണ് നമ്മളവിടെ കണ്ടത്. ബിക്കോസ് എല്ലായിടത്തും ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവർ ഓൾറെഡി റേറ്റ് എഴുതി വച്ചിട്ടുണ്ട്, നോർ ബാർഗെയിനിങ്. അപ്പോൾ ബാർഗെയിനിങ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. എന്നാൽ നമ്മൾ ട്രൈ ചെയ്തു. പക്ഷേ ഫിക്സഡ് പ്രൈസ് എഴുതി വെച്ചിരുന്ന ഷോപ്പിലൊന്നും നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. നടന്ന് നല്ല ടയേർഡാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് തന്നെ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരുപാട് നടന്നു. അപ്പോൾ നമ്മൾ കുർത്താസൊക്കെ നല്ല റേറ്റിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുർത്താസൊക്കെ നമ്മൾ എടുത്ത കുർത്തയാണ്. കുറച്ച് നടന്ന് ടയേർഡായപ്പോഴത്തേക്ക് നമ്മൾ കുൽഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തു. ബാഗ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറി. പക്ഷെ എനിക്ക് അത്ര റീസണബിളായിട്ട് തോന്നിയിരുന്നില്ല. കാര്യം എല്ലായിടത്തും ഫിക്സ്ഡ് ആയിട്ട് അവർ എഴുതി റേറ്റ് ഓൾറെഡി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നോക്കി. പിന്നെ വന്നത് ഈ ഒരു ഷോപ്പിലാണ്. ഇവിടെ ഡിസൈനർ വെയേഴ്സാണ് കൂടുതലുള്ളത്. ഡിസ്പ്ലേ കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കയറിയതാണ്. പക്ഷേ ഇവിടെ നല്ല ബഡ്ജറ്റിന് നമ്മുടെ ബഡ്ജറ്റിന് ഇഷ്ടപ്പെട്ട് നമുക്ക് കുറേ കുർത്താസ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. നല്ലൊരു ഷോപ്പായിരുന്നു. ഇനി അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മാരേജിനൊക്കെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരുപാട് നല്ല ഡ്രസ്സുകൾ റീസണബിൾ ആയിട്ടുള്ള വിലയ്ക്ക് നമുക്ക് അവിടെ കിട്ടും. നമ്മൾ പിന്നെ എൻ്റെ അമ്മയ്ക്ക് നൈറ്റ് നോക്കി. അപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി ഒരു കറക്കം കറങ്ങിയപ്പോൾ തന്നെ നമ്മൾ നല്ല ടയേർഡായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ക്യാബ് വിളിക്കുന്നതായിരുന്നു കുറച്ചുകൂടി ലാഭം. നമ്മൾ അവിടെ നിന്ന് അല്ലാണ്ട് ഓട്ടോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്യാബിലെ പരിപാടി അവസാനിച്ചു. നമ്മളവിടെ നിന്ന് പോണ വഴിക്ക് നമ്മൾ വിധാൻ സൗറോട്ടോട്ട് കഴിഞ്ഞ് അവിടെ പോകണം. അപ്പോൾ ഇനി നേരെ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പ്ലാൻ ചെയ്തു. നല്ല റെസ്റ്റോറൻറ്റിൽ നല്ല വഴിയുണ്ടായിരുന്നു. ഫുഡ് കാണാൻ പ്ലാൻ ചെയ്തു. ഇനി ഇടയ്ക്കൊന്നും നമ്മളിനി ഫുഡൊന്നും കഴിക്കുന്നില്ല. കുറച്ചൊന്നും ഉറങ്ങണം, നല്ല ടയേർഡാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.